ഞാൻ ഈ 90s കിട്ടല്ലാത്തത് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ള സിനിമ അതുമാണ്. അങ്ങനെ സൈഡിലാക്കണ്ടോ. ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്തത്. അപ്പോഴാണ് എനിക്കും ആക്ച്വലി മനസ്സിലായ ചേട്ടൻ മാരീഡ് ആണ്, അല്ലാതെ നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്നെയും വേറെ ഒരു ജനറേഷനിലോട്ടാക്കി. ശാന്തിനന്ത് ഇൻസ്റ്റാഗ്രാം യു വർ നോട്ട് ഇൻ ഇൻസ്റ്റാഗ്രാം. എന്തൊരു ഇൻസൾട്ട്. അങ്ങനെയല്ല, അത് മാത്രമല്ല കുഞ്ഞു വാവയാണ്. ട്രോമയാണോ? അങ്ങനെ കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല. ഞാൻ ഇന്നാള് ജസ്റ്റ് ഒരു ഫോൺ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ശരി നമുക്ക് സംസാരിക്കാം. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തു, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, പതുക്കെ എതിർത്തിട്ട് താഴെ വെച്ചു. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. ഐ ഫെൽറ്റ് സോ കോൺഷ്യസ്. അടുത്തത് മറന്നു പോകും, വേഗം സംസാരിക്കാം. Forget about all the comments and all of that, but you want to express yourself, that's your own platform. So I thought, okay, fine, I had to. ഇതെന്താന്ന് വെച്ചാൽ വയസ്സ് കൂടുതലോ കുറവിലോ അല്ല, നമ്മൾക്ക് ഈ ഇതെന്നൊക്കെ പറയുന്ന ഒരു ബ്ലെസ്സിങ്, ഒരു ഭാഗ്യം പോലെ കിട്ടുന്ന മാരേജോ അല്ലെ റിലേഷൻഷിപ്സോ നല്ല രീതിയിൽ. നമസ്കാരം. പാലും പഴം എന്ന സിനിമയിലെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏറെ സ്നേഹിതരെ സ്വാഗതം ചെയ്യാം. മീര ജാസ്മിൻ, ശാന്തി കൃഷ്ണ ആൻഡ് അശ്വിൻ ജോസ്. നമസ്കാരം. ഈ ഒരു സിനിമ ടൈറ്റിൽ തന്നെ ഭയങ്കര ഇച്ചിരി കൗതുകം തോന്നുന്നതാണ്. ട്രെയിലർ കണ്ടപ്പോൾ നമുക്കതിനകത്ത് പാലും പഴം ഒന്നും കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും ടൈറ്റിൽ അങ്ങനെയാണ്, പാലും പഴം. ഈ ടൈറ്റിൽ നിങ്ങളെ എങ്ങനെയാണ് അട്രാക്ട് ചെയ്തത്? ചേച്ചി സ്റ്റാർട്ട് ചെയ്തോ. ടൈറ്റിൽ ഇതൊരു എന്റർടൈനർ ആണ്, കോമഡി ആണ് ഇതിന്റെ മെയിൻ ജോണർ. സോ അതിന് പറ്റിയൊരു ടൈറ്റിലാണെന്നാണ് തോന്നിയത്. ആൻഡ് ഓൾസോ ഇതിന്റെ സ്റ്റോറി പടം മൊത്തം കണ്ടറിയാം. ലൈക്ക് രണ്ട് പേരുടെ ഒരു അതായത് കൂടുതൽ പറയുന്നില്ല, ഐ മീൻ അറിയാമല്ലോ, പ്രൊമോഷൻസ് കൂടെ അറിയാം. സോ അവർ രണ്ടും ചേരുന്ന ഒരു ഇത്. അപ്പൊ ഒന്നൊരു പാലും പിന്നെ പഴവും അല്ലേ, അങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് കേട്ടപ്പോ പാലും പഴവും എന്ന് പറയുമ്പോ ഫസ്റ്റ് തമിഴ് പടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ശിവാജി ഗണേശനല്ലേ. ആ അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ പടത്തിന്റെ ഒരു പേര്. അപ്പൊ അത് കേൾക്കുമ്പോ ഇറ്റ് ഫീൽസ് നൈസ്. ഓ നമ്മള് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ആ പേരിൽ നമ്മൾ ഒരു പടം ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് മൈ അട്രാക്ഷൻ വാസ് വർക്കിംഗ് വിത്ത് മീര. നേരെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഈ കുട്ടിയും. അപ്പോൾ ഈ കുട്ടി ഹീസ് സോ ടാലന്റഡ്. അത് നമ്മൾ അത് കാണുമ്പോൾ വർക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലാവുന്നത്. സോ എനിവേ ഇത് മൊത്തത്തിൽ ഒരു അട്രാക്ഷൻ ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് VKPയുടെ പടം. സോ ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം. എന്നെ വിളിച്ചിട്ടേ ഇല്ല, അതിന് ഭയങ്കര എനിക്ക്. അപ്പോൾ എനിക്ക് ഈ ഒരു നിങ്ങളെല്ലാവരെയും കൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് ബിറ്റ് നെർവസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിഫറെന്റ് ജനറേഷൻസ് ആണല്ലോ. എന്നോട് സജിച്ചേട്ടൻ നേരത്തെ തന്നെ പറഞ്ഞു, ചേട്ടനല്ല ഞാനാണ് ഏറ്റവും യംഗസ്റ്റ് വരുന്നത്, ഞാനാണ് ഏറ്റവും യംഗസ്റ്റ് വരുന്നത്, സീനിയർ ആയിട്ട് മാം ഉണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ഭയങ്കര ഡിഫറെന്റ് ജനറേഷൻസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ വാട്ട് ഐ ഫീൽ ഇസ് ദറ്റ് പല പ്രാവശ്യം സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും വി ഫീൽ ലൈക്ക് ഇത്തിരി സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു സംസാരിക്കുമ്പോൾ അവർ ഇത് കണക്ട് വരുമോ, അവരിത് ആലോചിക്കും. പക്ഷെ ആക്ച്വലി സർപ്രൈസിംഗ്ലി ചിലപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കണക്ട് ആവാറ്. അപ്പൊ നിങ്ങൾക്ക് സെറ്റിൽ എങ്ങനെയായിരുന്നു? ഹൗ വാസ് വർക്കിംഗ് വിത്ത് മാം? യംഗസ്റ്റ് ഭയങ്കര ഫണ്ണായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ഞങ്ങളെല്ലാരും ഒന്നിച്ച് ആ ഒരു ടൈമിലായിരുന്നു ആദ്യത്തെ ഷൂട്ട്. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് ഭയങ്കര കമ്പനി ആയിരുന്നു. ഓക്കെ ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും എന്തെങ്കിലും ഫണ്ട് കാണിച്ചു. ഇപ്പോഴേ അതിന്റെ ഒരു സാമ്പിൾ ക്യാരക്ടറും ചേച്ചിയുടെ സിനിമ ഈ പലമ്പഴത്തിലെ ക്യാരക്ടറും അങ്ങനെയൊക്കെ തന്നെയാ, വഴക്കാളി ക്യാരക്ടറാണ്. ചേച്ചി ചെറുതായിട്ട് വഴക്കാളിയാണല്ലേ. ചേച്ചിയുടെ ബ്രദറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡയറക്ടറാണ്, ലെജൻഡറി ഡയറക്ടർ സുരേഷ് കൃഷ്ണ സർ, ഭാഷ ഒക്കെ ചെയ്ത്. അപ്പം ഞാൻ ഐ നെവർ വർക്ക് വിത്ത് ചേച്ചി, സോ ഐ നോ സുരേഷ് കൃഷ്ണ സർ വെരി വെൽ. ഈസ് സച്ച് എ ലവ്ലി പേഴ്സൺ. അപ്പം ഐ ഓൾവേസ് എന്താ പറയുക, ചേച്ചിയുടെ വർക്ക് കാണുകയും പണ്ട് ബ്യൂട്ടിഫുൾ മൂവീസ്, ബ്യൂട്ടിഫുൾ പെർഫോമൻസസ്. സോ ഈ ക്യാരക്ടർ പറയുമ്പോഴത്തേക്കും VKP പറഞ്ഞു നമുക്ക് ശാന്തി കൃഷ്ണനെ കിട്ടാൻ ഇതുണ്ട് കേട്ടോ, ലൈക്ക് VKP അത് അടിപൊളിയായിരിക്കും ചേച്ചി കൂടെ വർക്ക് ചെയ്യാൻ. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഈവൻ ഐ ലവ് വർക്കിംഗ് വിത്ത് ദം. രണ്ടുപേരും നമുക്ക് എപ്പോഴും ഒരു ആക്ടിംഗ് എന്ന് പറയുമ്പോൾ വി ഓൾവേസ് ഫീൽ യു ഹാവ് ടു ഹാവ് ആൻ ആക്ഷൻ ഇന്ററാക്ഷൻ ഇല്ലേ. ഒരു ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ ഒരു ഡയലോഗ് പറഞ്ഞു, ഒരാൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് മറ്റേ ആളുടെ മുഖത്തൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ അത്ര മാത്രം കട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫൺ. അതും എസ്പെഷ്യലി ഇതുപോലത്തെ ക്യാരക്ടേഴ്സ്, ഇതുപോലത്തെ ഒരു പടമൊക്കെ വരുമ്പോൾ ഒരു സ്പോണ്ടനിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി നത്തിങ്, ജസ്റ്റ് ഡ്രമാറ്റിക് ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു
കമ്പനി ആയിരുന്നു ഒരു എനിക്ക്. So, ആക്ഷൻ കട്ടിൽ മിഥുൻ. നിൽക്കുന്ന മിഥുൻ. He was ഒരു another ആക്ഷൻ കട്ടിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണ്. ഐ ഡോണ്ട് തിങ്ക് അതൊരു ഇതില് വരത്തില്ല. Yeah. True. So that And അത് പറഞ്ഞപ്പോഴാ വി ഹാവ് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ മിസ്സിങ് നമ്മുടെ ഇതില്. മിഥുൻ മിഥുൻ മോനായിട്ട് അഭിനയിച്ചവൻ. ഭയങ്കര ഈ ഗുഡ് പേഴ്സൺ. പിന്നെ മിഥുൻ ചേട്ടനാണെങ്കിലും നമ്മളെ ഒരു അടിപൊളി ക്യാരക്ടറാണ് ഈ പടത്തിലെ. പിന്നെ ഇറ്റ് വാസ് ഫൺ വർക്കിംഗ് വിത്ത് ഹിം. മൊത്തത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ജനറേഷൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാരും യങ് ആണ്, എല്ലാരും ആ വൈബിൽ തന്നെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഡയറക്ടർ VKP സാർ ആണെങ്കിൽ ഞാൻ പറയാൻ പോയത് അത് തന്നെയായിരുന്നു അവിടെ. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി ഒരു ഭയങ്കര ഫണ്ണായിരുന്നു. ഒരു പാർട്ടി ഫീൽ ആയിരുന്നു മൊത്തത്തിൽ ആ പടം വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് അമേസിങ്. ഈ VKP സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ആക്ച്വലി അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹി ഫിനിഷസ് എവറിത്തിങ് ഓഫ് ലൈക്ക് ടക്ക് 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 പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കും. ലൈക്ക് ടൈം മാനേജ്മെന്റ് ഭയങ്കരമാണ്. അത് നിങ്ങൾക്ക് ഈസി ആയിരുന്നോ സെറ്റില്? കാരണം അധികം ലാഗ് ഇല്ലാതെ സാർ വേഗം തീർക്കും കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന്. യു ക്യാൻ ടെൽ യുവർ എക്സ്പീരിയൻസ്. ബിക്കോസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ യുനോ പ്ലാൻ ചാർട്ട് ചെയ്തത് നടക്കും. നമുക്ക് തലേദിവസം തന്നെ കിട്ടും നാളെ ഏത് സീൻസ് എടുക്കാൻ പോകുന്നത് എല്ലാം കിട്ടും, ഡിസ്ക്രിപ്ഷൻ എല്ലാം കിട്ടും. അപ്പോൾ അത് ആ പ്ലാൻ പ്രകാരം തന്നെ ചെയ്ത് തീർക്കുമ്പോൾ വി ഫീൽ ഗുഡ് ആൻഡ് സാറ്റിസ്ഫൈഡ്. വി ഫിനിഷ് ദി എൻറ്റയർ ഫിലിം. സാറിന്റെ മൊത്തത്തിലുള്ള ഒരു ടീമാണ് ചാർട്ട് ചെയ്യുന്നതൊക്കെ VKPയുടെ ടീമാണ്. ഇപ്പൊ ഇതിന്റെ നമ്മുടെ ഈ പടത്തിന്റെ തന്നെ റൈറ്റർ ആശാണ് സാറിന്റെ ചീഫാണ്. അപ്പം അവര് ഒരു ടീമുണ്ട്, ബിബിൻ, അമല്. അവര് ഇതെന്ന് വെച്ചാൽ രാത്രി ആവുമ്പം നമുക്ക് നാളെ എത്താനുള്ള ടൈം അടക്കം 6 മണി 6:30 ഇന്ന ടൈമിൽ മേക്കപ്പ് ഇടണം, ഇതൊക്കെ നമുക്ക് നേരത്തെ ചാർട്ടിങ് നമുക്ക് തരും. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ആക്ച്വലി ടക്ക് 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 എന്ന് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുത്തു തീർക്കും എന്നുള്ള പരിപാടിയല്ല. എല്ലാ സംഭവം എടുക്കും, പക്ഷെ സാറിന് വേണ്ട പെർഫെക്ഷൻ വരുന്നത് വരെ സാർ എടുക്കും. പക്ഷെ അതിനൊന്നും ഒരുപാട് ടൈം എടുക്കത്തില്ല. അത് നമ്മള് ഒരു ഷോട്ട് കഴിഞ്ഞ് വന്നിരിക്കാൻ ഓക്കെ എന്ന് പറഞ്ഞിരിക്കും, കാരണം ഫുൾ പ്ലാൻ ആണ്. സോ ആ ഒരു എനർജി ആർട്ടിസ്റ്റിനും അതും ഉണ്ടാവും. ആ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് മോർ ഈസിയർ അല്ലേ? കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇവിടെയാണ് ബ്ലൂ പ്രിന്റ്, ഇത് ഗ്രീൻ പ്രിന്റ്. അതാണ് ആക്ച്വലി ബ്ലൂ പ്രിന്റ്. ബ്ലൂ പ്രിന്റ് No, that's what I'm trying to say. VKP basically he puts the energy in the set. ഇപ്പോ ഡയറക്ടർ എപ്പോഴും ഉറക്കം തൂങ്ങി ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നാച്ചുറലി ആ ഒരു മൊത്തത്തിൽ അറ്റ്മോസ്ഫിയറും അങ്ങനെ ആയിപ്പോവും. സോ വാട്ട് എവർ ഒരു ക്ലാസ് ടീച്ചർ എന്ന് വെച്ചോ, ഇപ്പൊ ഒരു കോളേജോ സ്കൂളിലോ ഒരു ടീച്ചർ വന്നു കഴിഞ്ഞ് അവരിങ്ങനെ എപ്പോഴും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങും. ബട്ട് ഇഫ് ട്രോമയാണോ? അങ്ങനെ കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, ചില ലെക്ചേഴ്സ് ഒക്കെ യു വോണ്ട് ഫീൽ ലൈക്ക് ലിസണിങ് ബിക്കോസ് യു വിൽ ഫീൽ സ്ലീപ്പി അല്ലേ? പക്ഷെ നമുക്ക് ആ ഒരു എനർജി ഇഫ് യു നീഡ് ഫ്രം ദ മെയിൻ പേഴ്സൺ 100% VKP is the one. കാരണം സെറ്റിൽ തന്നെ ഇറ്റ് വാസ് അമേസിങ്. അത് ഞാൻ ചുമ്മാ വെറുതെ ഈ പടത്തിന്റെ പ്രൊമോഷൻ ആയതുകൊണ്ട് പറയല്ല. ഐ ഹാവ് വർക്ക്ഡ് ഇൻ സോ മെനി മൂവീസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ പടത്തിലാണ് സത്യത്തിൽ. ഇറ്റ് വാസ് സോ പോസിറ്റീവ്. ഈ ഒരു ടൈറ്റിൽ പറഞ്ഞപ്പോ പാലും പഴം നിറപ്പോ നിങ്ങൾക്കത് ഓർമ്മ ഈ ശിവാജി ഗണേശന്റെ സിനിമയുടെ ഒരു ഇതായിരുന്നു. എനിക്ക് പാലും പഴവും കഴിക്കുന്നല്ലേ? അത് തന്നെ എക്സാക്ട്ലി. അല്ല, പാലും പഴം ആക്ച്വലി ഇറ്റ്സ് എ സിംബൽ ഓഫ് മാരേജ് ഓൾസോ. എനിക്ക് അതാണ് ഓർമ്മ. ബിക്കോസ് നമ്മൾ ഞാൻ ഈ 90s കിട്ടല്ലാത്തത് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുള്ള സിനിമ അതുമാണ്. ഞാൻ വീണ്ടും പറയുന്നത് പടമല്ലേ വിനോദയാത്ര? ആക്ച്വലി she's making indirectly she keeps telling I am from the 90s. അങ്ങനെയല്ല, അയ്യോ അല്ലല്ല. അത് മാത്രമല്ല കുഞ്ഞു വാവയാണ്. അത് മാത്രമല്ല എന്നെയും വേറെ ഒരു ജനറേഷനിലോട്ടാക്കി ഞാൻ. ചേട്ടാ പറഞ്ഞ വിളിക്കുന്നത്. അല്ല ഒബ്വിയസ്ലി ആ കൊച്ചിന് എന്തിനാ പാവം ടെൻഷൻ പോട്ടെ. കൊച്ചി പറഞ്ഞു അത് വേറൊന്നുമല്ല. ലൈക്ക് ഇറ്റ്സ് ദാറ്റ് അതെ അല്ല എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പഴയ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അധികം കണ്ടിട്ടില്ല. അപ്പൊ മറ്റുള്ളവർ അതിനെപ്പറ്റി പറയുമ്പോൾ ലൈക്ക് ഓക്കെ എനിക്കിതൊന്നും അറിയത്തില്ല. ലൈക്ക് അപ്പൊ ഞാൻ പറയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. പക്ഷെ അതാ പറഞ്ഞത്, എനിക്ക് ഈ പഴയ മാം പറഞ്ഞ ആ ഒരു കണക്ട് അല്ലേ എനിക്ക് ആക്ച്വലി ഈ പാട്ട് വിനോദയാത്രയിലെ ആ ഒരു പാട്ടാണ് എനിക്ക് പഴയ പാട്ടിൽ എടുത്തേക്കുന്നത്. പഴയതാന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അതാണ് സംഭവം. ഞാൻ ആക്ച്വലി നിങ്ങളെ കൊണ്ട് പാടിക്കാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പാടി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങളെ നമ്മൾ കോൺവെർസേഷൻ പോകുമ്പോഴാണ് പോലെ എന്റെ അറ്റൻഷൻ ഇസ് ഗോയിങ് ലൈക്ക്
നല്ല കളർ ലൈക്ക് നല്ല പ്രിന്റ് ലൈക്ക് ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര വൈബ്രന്റ് ലൈക്ക് ചേച്ചിയാണെങ്കിൽ പോലും ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ നല്ല ആക്റ്റീവ് ആകുമ്പോൾ പോകുന്ന എല്ലാ ഔട്ട്ഫിറ്റ്സും ലൈക്ക് സൂപ്പർ എങ്ങനെ ശാന്തമാരെ പോലെ സാരീസ് ആയി ഞാൻ സാരീസ് അധികം ശ്രദ്ധിക്കത്തില്ല ലൈക്ക് വി ഗോ ഇൻ ടു ദി സ്റ്റഫ് എങ്ങനെ ഡ്രസ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് സെലക്ട് ചെയ്തത് ലൈക്ക് വാട്ട് ഇത് ചെയ്തത് ജിഷാദ് ഷംഷുദ്ദീന്. ജിഷാദാണ് എന്റെ കോസ്റ്റ്യൂം ചെയ്തത്. ജിഷാദാണ് ലാലേട്ടന് ജയിലറിലൊക്കെ ചെയ്തത്. സോ ജിഷാദിന്റെ പേഴ്സണൽ ഒരു ഇതാ. നമുക്ക് ഈ കോസ്റ്റ്യൂം തന്നെ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇന്റർവ്യൂസിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്ട്രെസ്സാ. കാരണം കുറെ മാറണം, പ്രൊമോഷൻസിനൊക്കെ കുറെ മാറുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ പിന്നെ ഹി പുട്ട് എവറിത്തിങ് ടുഗദർ ആൻഡ് ഐ എം ഹാപ്പി. ഇത് ശാന്തി കൃഷ്ണയുടെയാ ഓൺ ലേബൽ. യു ഹാവ് എ ലോട്ട് ഓഫ് ഓൺ സാരീസ് വിച്ച് ലൈക്ക് വെരി വൈബ്രന്റ്. ഇല്ല അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ. ഗുഡ് കളക്ഷൻ. പക്ഷെ ഞാൻ ഇപ്പൊ അധികം ഉടുക്കാറുമില്ല. ഗെറ്റ് ബോർഡ് സാരി ഉടുക്കുന്നത്. ഓക്കെ അപ്പോ അടുത്തത് മറന്നു പോകും സംസാരിക്കാൻ. അപ്പൊ ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോ ഈ ഓട്ടോ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ അമ്മയും മകളുമാണ് ഈ സിനിമയിൽ. അപ്പൊ ഈ അമ്മയും മകളും എന്ന് പറയുമ്പോ ചേച്ചിയുടെ ഒരു അമ്മയും മകളും റിലേഷൻഷിപ്പ് ആയി ഫസ്റ്റ് വരുന്ന ഈ അച്ഛൻ്റെ അമ്മ ഞാൻ അതാ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ലൈക്ക് അങ്ങനെ വരും. ഈ സിനിമയിൽ അമ്മയും മകളും എന്ന് പറയുമ്പോൾ ഹൗ വാസ് ഇറ്റ്? കാരണം അതിന് ചില ഡയലോഗ്സ് ഒക്കെ ഓർമ്മയുണ്ട്. സ്കൂളിൽ നിന്ന് പിടിച്ചിട്ട് വന്നവനാണ് ഇവനെന്നൊക്കെ ഉള്ള ഡയലോഗ്സ് ഒക്കെ. സോ ഇറ്റ് വാസ് ഫൺ. അപ്പൊ അമ്മയും മോളായിട്ടുള്ള ഒരു ബന്ധം അതെങ്ങനെയായിരുന്നു ഈ സിനിമയിൽ വർക്ക് ആയിട്ടില്ല? ഹൗ ഡിഡ് യു ഫീൽ വർക്കിംഗ് വിത്ത് ഈച്ച് അതർ? It was that chemistry and exchange, energy exchange ആയിരുന്നു. Like Chechi was giving her energy and I was bouncing back, love exchanging it, whatever. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ that interaction was amazing. First പടം the first day itself when I came and we introduced like VKP said this is them, we haven't worked with each other and പറഞ്ഞപ്പോ തന്നെ I don't know, somehow we clicked. അത് വേണല്ലോ. മുൻപ് അപ്പൊ മീറ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല, മീര റീസൺ വേറെ ഒന്നുമല്ല. ഷീസ് എ വെരി സ്വീറ്റ് പേഴ്സൺ. അത് ഞാൻ ഇങ്ങനെ ക്യാമറ ഉള്ളത് കൊണ്ടും അല്ല ഇങ്ങനെ സിനിമ ആ ഒരു രീതിയിലല്ല സംസാരിക്കുന്നത്. ഷീസ് എ വെരി ഫണ്ണി, ഫൺ ലവിങ്, ഒരു ഗുഡ് പേഴ്സൺ അറ്റ് ഹാർട്ട് ആണ് ചേച്ചി. ആൻഡ് പുള്ളിക്കാരിക്ക് വേറെ ഒന്നുമില്ല. പുറത്ത് കാണുന്ന ആള് തന്നെ അകത്തും. സോ ഇറ്റ് സേസ്. So even with this 10 minutes I also felt the same. So I think what you see outside is what she's inside. Thank you. ചേട്ടോ അങ്ങനെയാണോ? അങ്ങനെ ശാന്തി? അല്ല, എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാനാണ്. അപ്പം നമുക്ക് ഈ മമ്മൂക്ക ഫാനാണ്. പക്ഷെ സിനിമയിലൊന്നും മമ്മൂക്ക ഫാനാണെന്ന് തോന്നിട്ട് യു ലൈക്ക് അതെന്താ? അല്ല, അത് എന്റെ ഫസ്റ്റ് സിനിമ ഞാൻ ലാലേട്ടൻ ഫാനായിട്ട് അഭിനയിച്ചു. Oh, he had a whole song with that. ആ സിനിമയിൽ അത് അഭിനയം. ഡിഫറെന്റ്. അപ്പൊ ഈ നയം വ്യക്തമാക്കുക എന്ന് പറഞ്ഞ സിനിമ വ്യക്തമാക്കുന്നു അല്ലേ, മാക്കുന്നു അല്ലേ, എന്തെല്ലാം വ്യക്തമാക്കുന്നു. ആ സിനിമ നമ്മൾ കുറെ നമ്മൾ അങ്ങനെ കണ്ടു. അപ്പം അതിലൊക്കെ നമ്മൾ ആ ടൈമിലൊക്കെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് അങ്ങനത്തെ ഒക്കെ ഒരാളെ അതെ ഞാൻ വിചാരിച്ചു മെലോഡ്രാമയൊന്നും ഇല്ലാത്തൊരു നാച്ചുറൽ പെർഫോമർ ആയിരുന്നു ചേച്ചി. ഇത്തിരി സോഫ്റ്റ് അങ്ങനത്തെ ടൈപ്പ്. അതുകൊണ്ടാണ് കൂടുതലും മലയാളം സിനിമയോട് എനിക്ക് താല്പര്യം. മലയാളത്തിൽ അന്ന് മുതലുള്ളതാ ഈ നാച്ചുറൽ ആയിട്ടാണല്ലോ പെർഫോമൻസ്. ഞങ്ങളൊക്കെ വന്ന സമയമാകുമ്പോഴേക്കും ഇറ്റ് ബിക്കേം മോർ നാച്ചുറൽ ടൈപ്പ് ഓഫ് ആക്ടിങ്. പിന്നെ തമിഴിലൊക്കെ പോകുമ്പോൾ എനിക്ക് അത് ഭയങ്കര കോൺഷ്യസ് ആവുമായിരുന്നു. അന്ന് when I was working in Tamil movies, എന്റെ ഫസ്റ്റ് പടം വാസ് ഓക്കെ. അത് കഴിഞ്ഞ് ചില പഴയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് അവർക്ക് ആ ലൗഡ് അഭിനയം വേണം. എനിക്കത് പറ്റില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് റിയൽ ലൈഫില് ഭയങ്കര ലൗഡ് ഞാൻ പറയാൻ വന്ന പോയിന്റ് അതാണ്. നമ്മൾ സത്യമാണ്, ഭയങ്കര അനിമേറ്റഡ് ആണ്. അപ്പൊ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല. അത് ഹോൾഡ് ലൈക്ക് അതാ എനിക്ക് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പെട്ടെന്ന് എനിക്ക് കണക്ട് ആയിരുന്നു. ഭയങ്കര അതാണ് ഇവന്റെ ഇടയ്ക്കിടയ്ക്ക് എക്സ്പ്രഷൻ ഇങ്ങനെയായിരുന്നു. ശാന്തി കൃഷ്ണ ഇവരാണോ? ഓൾ ഓഫ് യു ആർ ലൈക്ക് ആൻഡ് ഐ കുഡ് സീ മീരയും ഇവരൊക്കെ അവിടെ VKP ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ when I used to animate like this, ഇവരൊക്കെ എന്തോ ഇവിടുന്ന് പറയുമായിരുന്നു. Like we never thought ഇവരിങ്ങനെ ഉണ്ടാവും. അങ്ങനെ ആയിരുന്നുണ്ടാവും അല്ലേ കോൺവെർസേഷൻ? ചിലത് നമ്മൾ കണ്ടില്ല സിനിമയിൽ അത്ര ഭയങ്കര ലൗഡ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും, പക്ഷെ നേരിട്ട് ലൈക്ക് ഇൻട്രോവേർട്ടഡ്. ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ചിലപ്പോൾ ഞാൻ ആ ഇൻട്രോവേർട്ടിലോട്ട് പോവും, ചിലപ്പം എക്സ്ട്രോവേർട്ട്. ഞാൻ കംഫർട്ട് സോണിലാണെങ്കിൽ ലൈക്ക് when I feel I'm in the safe place, I express myself. Safe place ne enike idinge kayil. Yeah, I felt that. Naturally, that's very sweet. She's also a very sweet human person. instinct. Nammal comfort zone il ade satyam we express more. Alla adu automatically like you said human instinct aanu. Introvert aanengilum like you said if at all namukku endengilum you don't like the atmosphere or somehow you feel depressed or angane oru situation varuvaanengil introvert aayi povunu. നമ്മൾ നമ്മുടെ വിശ്വസിക്കുന്ന അതുപോലെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ like okay conscious ആവും നമ്മൾ. Yeah, maybe that. ഈ നിങ്ങൾ രണ്ടുപേരും ഒരു കോംബോ
നെവർ എക്സ്പെക്ടഡ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോ ഈ സിനിമയിലാണെ പോലും ഇറ്റ് ഇസ് ലൈക്ക് ചേച്ചിക്ക് ഇത്തിരി 33 ഇങ്ങനെ ഈ സിനിമയിൽ 33 കാണിക്കുന്നുണ്ട്, അതിനകത്തിലേക്ക് അത്ര ഏജ് കുറവായിരിക്കും. ജസ്റ്റ് ഇമാജിൻ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ട വാട്ട് ഈസ് യുവർ ടേക്ക്? വുഡ് യു സപ്പോർട്ട് ദിസ് ഓർ വുഡ് യു നോട്ട്? ലൈക്ക് നമ്മൾ പറയൂല്ലോ ഇപ്പൊ യങ് ആയിട്ടുള്ള ലൈക്ക് മോസ്റ്റ്ലി സൊസൈറ്റി നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ മെൻ അല്ലെ ആ സപ്പോസ് ടു ബി എൽഡർ, പെൺകുട്ടികൾക്ക് പ്രായം കുറവ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു ക്ലീഷേഡ് തോട്ടാണെന്ന് തോന്നുന്നു പണ്ടത്തെ പോലെ. സിനിമയിൽ ഐ തിങ്ക് ദാറ്റ് ദേ പുട്ട് എ ഡിഫറെന്റ് ഐഡിയ ഓൺ ഇറ്റ്. ഇത് ആക്ച്വലി പ്രൊജക്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു. അല്ല, റിയൽ ലൈഫിൽ തന്നെ കുറെ എക്സാമ്പിൾസ് ഇല്ലേ? വലിയ നിക് ജോനസ് ആൻഡ് പ്രിയങ്ക ചോപ്ര ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ആൻഡ് എക്സാമ്പിൾസ്. പീപ്പിൾ സേ ദാറ്റ് നമ്മൾ റെഗുലർ ലൈഫിൽ ഇപ്പൊ ആൾക്കാർ പറയും അവർക്ക് പറ്റും, ലൈക്ക് ഇറ്റ്സ് വെരി അവർക്കാണ് ബുദ്ധിമുട്ട്, ബിക്കോസ് ദേ ആർ ഇൻ പബ്ലിക് ഫിഗർ, റൈറ്റ്? അവര് എപ്പം നോക്കിയാൽ അവർ എന്ത് ചെയ്താലും പബ്ലിക് ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം ടു, യു കാൺ ജസ്റ്റ് പുട്ട് ഇറ്റ് ഓൺ. ആൾക്കാർക്ക് മനസ്സിലാവും ഈവൻ ഇഫ് ഇറ്റ് ഇസ് പുട്ട് ഓൺ. ഇല്ലേ, ഇതിപ്പം ഭയങ്കര ഇതൊക്കെ നോർമലായി വരുവാണ്. ഇപ്പൊ എനിക്ക് എന്റെ ലൈഫ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനും വൈഫ് ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പം അവള് മാർച്ച്, ഞാൻ ഓഗസ്റ്റ്. അപ്പൊ 6 മാസം എന്നൊക്കെ മൂത്ത. അപ്പൊ ഞങ്ങള് മറ്റേ ഈ പുറകെ നടക്കുന്ന സമയം, അപ്പൊ ഈ നമ്മള് ഓട്ടോഗ്രാഫ് എഴുതുമല്ലോ ലാസ്റ്റ് എല്ലാവരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഇയർ ഒന്ന് മാറ്റി, 1994 1993 ആക്കി ഇയർ ഒന്ന് മാറ്റി. എന്നിട്ട് ഞങ്ങള് റിലേഷൻ ആയിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞ് പറയും ഞാനൊരു സത്യം പറയും. ഇതാ അപ്പോഴും ഞാൻ പറയും ലൈക്ക് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടല്ലോ ഇങ്ങനെ ഇത്. പക്ഷെ അത് പോകെ പോകെ ഞാൻ പറഞ്ഞ എന്റെ ഒരു ലൈഫിൽ ഞാൻ പറഞ്ഞു വൈഫ് 6 months അപ്പൊ ആ ചെറിയ രീതിയിൽ ആ ഒരു എക്സാമ്പിൾ ലൈഫ് ക്ലാസ്സില് ഇപ്പൊ സെയിം ക്ലാസ്സിൽ പഠിച്ച ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരു 3-4 പേര് കല്യാണം കഴിച്ച എല്ലാരും തന്നെ ഇത് ഗ്യാപ്പ്, ഈ മാസ വ്യത്യാസം. അപ്പൊ അന്നൊക്കെ വീട്ടിൽ നമ്മൾ ചുമ്മാ പറയുമ്പോ 6 മാസം എന്നൊക്കെ പറയില്ലേ. അതൊക്കെ എനിക്കൊന്ന് ഇപ്പൊ ഒരുപാട് മാറി. ഞാൻ ഇപ്പൊ ഈ അടുത്തൊരു ഒരു ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. നല്ലതല്ലേ? ഇതെന്താന്ന് വെച്ചാൽ വയസ്സ് കൂടുതലോ കുറവിലോ അല്ല, നമ്മൾക്ക് ഈ ഇതെന്നൊക്കെ പറയുന്ന ഒരു ബ്ലെസ്സിങ്, ഒരു ഭാഗ്യം പോലെ കിട്ടുന്ന മാരേജോ അല്ലെ റിലേഷൻഷിപ്സോ നല്ല രീതിയിൽ. അതിൽ പ്രായം കൂടിയെന്നോ കുറഞ്ഞെന്നോ അല്ലെ എത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചെന്നോ. ചിലര് ദേ ഗെറ്റ് മാരീഡ് അറ്റ് ദ ഏജ് ഓഫ് 70, സം പീപ്പിൾ ഗെറ്റ് മാരീഡ് അറ്റ് ദ ഏജ് ഓഫ് 50. ഇതിനൊന്നും ഇതില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്, സമാധാനത്തോടിരിക്കുക. നമ്മളാണ് നമ്മുടെ ജീവിതം ജീവിക്കുന്നത്, വേറൊരു വ്യക്തിയല്ല നമ്മുടെ ജീവിതം ജീവിക്കുന്നത്. മരിക്കുന്നിടം വരെ നമ്മളാണ് നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും നമ്മളാണ് വഹിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയാൻ ഒരുപാട് പേര് കാണും. സങ്കടം വരുമ്പം നമുക്കാരും കാണത്തില്ല. അപ്പം നമ്മൾ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട വളരെ ചുരുക്കം പേരെ നമ്മുടെ ലൈഫിൽ കാണത്തുള്ളൂ. സോ അങ്ങനെ നമ്മൾ മൈൻഡിലിരിക്കുമ്പം ഡു വാട്ട് എവർ ദാറ്റ് മേക്സ് യു ഹാപ്പി, സിമ്പിൾ. ആൻഡ് അതായിരിക്കും നമ്മുടെ ലൈഫ്. ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പൊടി ഒന്നും ഇല്ല, നമ്മൾ ആരും ഇല്ല ഇവിടെ. All what matters is how you live your life. Are you happy? Are you happy? That's the point. സൊസൈറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു സത്യമാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡസന്റ് മീൻ ദാറ്റ് നമ്മുടെ സന്തോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ that's not good also. You're not living for somebody else. You find don't hurt others. Don't hurt others. ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് if you be happy. Keep others also happy. It's possible. ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്തത്. അപ്പോഴാണ് എനിക്കും ആക്ച്വലി മനസ്സിലായ ചേട്ടൻ മാരീഡ് ആണ്. അല്ലാതെ നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം അത് ഞാൻ പോസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത്. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ശാന്തി ഇൻസ്റ്റാഗ്രാം യു വർ നോട്ട് ഇൻസ്റ്റാഗ്രാം. ചേച്ചിയോ? ചേച്ചി ഭയങ്കര എന്തൊരു ഇൻസൾട്ടാണ്. സ്പെല്ലിംഗ് മാറിപ്പോയാ ചിലപ്പോ അതായിരിക്കും. പക്ഷേ മീര ചേച്ചി ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ഐ തിങ്ക് 2 years വൈഡ് സ്പ്രെഡ്. ലൈക്ക് അങ്ങനെ ആരെയും കമ്പാരിസൺ ചെയ്യാൻ മീര ജാസ്മിൻ എവിടെയോ കമ്പാരിസൺ അല്ല, നമ്മളൊക്കെ പാവം. so cute. ഞാൻ ചേച്ചിയുടെ പോസ്റ്റ് ഒക്കെ ഇട്ട് ഭയങ്കര രസമുള്ള. ലൈക്ക് ഐ വാസ് ലൈക്ക് ലിറ്ററലി എൻജോയിങ് ഹർ. You know, latest I did one for Amazon Alexa. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ മീര ചേച്ചി ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ 2-3 years ബാക്ക്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം നമ്മുടെയൊക്കെ ലൈഫിൽ അത്ര ഇൻഫ്ലുവൻസ് എന്ന പീക്ക് ടൈമിലായിരുന്നു ചേച്ചി സ്റ്റാർട്ട് ചെയ്ത്. Why did you start in Instagram actually? ഇത്രയും നാളെ ഉണ്ടായിരുന്നില്ല. What was the instant thought? Okay, ഞാൻ തുടങ്ങാം. Instant thought was I thought അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കൈൻഡ് ഓഫ്
ഇനി വർക്ക് സിനിമയിൽ ഇനി ആക്റ്റീവ് ആകാൻ പോവാന്നുള്ളൊരിത് വന്നു. പിന്നെ ഐ തോട്ട് ഓക്കെ കുറച്ച് ആളുകളുമായിട്ട് ഡയറക്റ്റ് അതായത് നമ്മളുടെ സ്റ്റോറി നമ്മൾ തന്നെ ഡയറക്റ്റ്ലി പീപ്പിളുമായിട്ട് കൊടുക്കണം. അതിന് സോഷ്യൽ മീഡിയ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം. വി ഡോണ്ട് നീഡ് അനദർ മീഡിയം ലൈക്ക് ഓർ അനദർ പേഴ്സൺ ടു റൈറ്റ് ഓർ ഷോ അബൌട്ട് അസ്. നമ്മുടെ നറേറ്റീവ് ഡയറക്ട്ലി നമ്മൾ തന്നെ. എനിക്കിപ്പോൾ ഇഫ് ഐ വോണ്ട് ടു സേ സംതിങ് ഓർ ഇഫ് ഐ വോണ്ട് ടു പുട്ട് എ പിക്ചർ ഓഫ് മൈ സെൽഫ്, ഐ ആം പുട്ടിങ് ഇറ്റ്. ഇറ്റ്സ് മൈ ഡിസിഷൻ. അത് എൻ്റെ ഇതിൽ നിന്ന് വരുന്നത്. അതൊരു സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ പ്ലസ് അതാണ്. Forget about all the comments and all of that, but you want to express yourself, that's your own platform. So I thought okay fine, I had to, and that's how I started. പക്ഷേ ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ല. മൂഡ് തോന്നുമ്പോഴൊക്കെ ഇടും. പക്ഷെ when I feel like posting. that is the only thing that I also do because I don't like to do this. I'm not ആരെയും ഞാൻ കുറ്റം പറയല്ല. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവർ ഹാറ്റ്സ് ഓഫ് ആണ്. ഫുൾ ടൈം they have this. സീരിയസ്ലി നമ്മള് ഇടയ്ക്ക് ഞാൻ ആലോചിക്കും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പോസ്റ്റ് ഇടും. ലൈക്ക് ഹൗ അല്ല ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോ ഞാൻ ഇന്നാള് ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഇന്നാള് ജസ്റ്റ് ഒരു ഫോൺ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ശരി നമുക്ക് സംസാരിക്കാം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തു. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, പതുക്കെ എതിർത്തിട്ട് താഴെ വെച്ചു. ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്. I felt so conscious. നമ്മൾ ക്യാമറയുടെ മുമ്പിലൊക്കെ അഭിനയിക്കുന്നവരാണ്. പക്ഷെ ഇതിനൊരു എനിക്ക് ഭയങ്കര ചമ്മലാണ്. ആൾക്കാർ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മൾ സ്വയം ഹായ് അതും ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദം. ഫ്ലൈറ്റിനകത്ത് ഇരുന്ന് ഒരു സെൽഫി എടുക്കാൻ പോലും ആര് നോക്കാത്ത സമയത്ത് എനിക്ക് ചമ്മല. എന്നെ ആരും നോക്കില്ലേ? ഞാനും ചേച്ചി നല്ല ഫുഡ് കഴിക്കുമ്പോ ചമ്മലായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഫ്ലൈറ്റില് ഉറങ്ങി കഴിഞ്ഞ് എത്തുമ്പോ എഴുന്നേക്കുമല്ലോ, അപ്പൊ മുടി ഇങ്ങനെ മാറി കിടക്കും. അപ്പൊ ക്യാമറ നോക്കി ഇത് ചെയ്യുന്നത് എനിക്കപ്പൊ ഇങ്ങനെ ഭയങ്കര ക്രിഞ്ച് അടിക്കും. ഇത് എന്ത് ചെയ്യുന്നൊക്കെ ഉള്ള ഫീൽ വരും. അല്ല പക്ഷെ എന്നാലും ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തായാലും ഈ സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പക്ഷെ ആ ആൾക്കാർ ഇപ്പൊ ഒരു 100 പേരുണ്ടെങ്കിൽ പോലും thousands of people are going to watch it. I know, but that is different. ഇപ്പൊ വേറെ ആരെങ്കിലും ക്യാമറ പിടിച്ച് നമ്മളെ കൊണ്ട് അഭിനയിപ്പിച്ച് നമ്മളെ കൊണ്ട് ചെയ്യുന്നത് I don't feel conscious at all. I don't think നമ്മൾ തന്നെ സെൽഫി പോലെ നമ്മൾ വെച്ചിട്ട് ഒരു പ്രാവശ്യം മാത്രം ഞാൻ ട്രൈ ചെയ്തോളൂ. ഫ്ലവേഴ്സ് ടിവിയുടെ തന്നെ ഒരു ഷോന്റെ സമയത്ത് അത് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ ഐ എം ലൈക്ക് I can't do it anymore. ഏത് ഷോ ഉണ്ടായിരുന്നത്? സ്റ്റാർ മാജിക് ആയിരുന്നു. ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മീര ചേച്ചിയുടെ കാര്യം ഞാൻ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ വാസ് ലൈക്ക് വെരി നെർവസ്. കാരണം വെച്ചാൽ നമ്മൾ പറയില്ല ഇപ്പൊ നമ്മൾ ഒരുപാട് പേരെ പറയല്ലേ നാഷണൽ ക്രഷ് എന്നൊക്കെ നമ്മളിങ്ങനെ ഇപ്പൊ നമ്മൾ വി പുട്ട് ടേംസിന് നമ്മൾ ടെർമിനോളജി യൂസ് ചെയ്യും. പക്ഷെ ബാക്ക് ദെൻ വേർ ദാറ്റ് വാസന്റ് എ ടേം. ഒരു ടേം ആയിട്ട് നമ്മൾ പറയാത്തപ്പോൾ പോലും എവ്രിബഡി ലവ്ഡ് ഹർ. എന്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ വിനോദയാത്രയായിരുന്നു അച്ചുവിന്റെ അമ്മ എസ്പെഷ്യലി. സോ ലൈക്ക് ഇപ്പൊ വീണ്ടും സിനിമകളിലോട്ട് ആക്റ്റീവ് ആവുക ആൻഡ് യു ലുക്ക് അബ്സല്യൂട്ട്ലി ദ സെയിം ആൻഡ് ഇറ്റ് ഈസ് സെയിം അല്ല മോർ ബ്യൂട്ടിഫുൾ. അതിനെക്കാട്ടിലാണ്. സോ ഐ എം നോട്ട് ചുമ്മാ വെറുതെ പറയല്ല. നമ്മുടെ മൈൻഡിൽ ഇരിക്കുന്ന റിഫ്ലക്ട് ചെയ്യുന്ന ലൈക് മേ ബി അതായിരിക്കും. ഐ തിങ്ക് അത് മേ ബി എല്ലാവർക്കും അത് തന്നെ. നമ്മൾ ഇഫ് യു ആർ ഹാപ്പി ഇൻസൈഡ് അത് ശരിക്കും പുറത്ത് പ്രൊജക്ട് ചെയ്യും. ആൻഡ് യു ലുക്ക് absolutely everyone look absolutely gorgeous and beautiful. ഒരു ബാലൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ അതല്ല അവളെ ആ കുട്ടി എന്റെ അടുത്ത് ഇങ്ങനെ ഈവ അല്ലേ ഈവ താങ്ക് യു അല്ല എല്ലാവരും എന്റെ യങ് എന്നെ വേഗം ഷിഫ്റ്റ് ചെയ്തു എന്റെ മുഖത്തിൽ. എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ. ഷീ ഈസ് വെരി ക്യൂട്ട്. ഷീ ഹെർസെൽഫ് ഈസ് വെരി സ്വീറ്റ്. ഞാൻ വെറുതെ പറയല്ല മോളെ, ശരിക്കും യു ആർ റിയലി ക്യൂട്ട്. ഈ സിനിമയിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോങ് റിലീസ് ആയിരുന്നു. നമുക്ക് ആ പാട്ടിന് ലാസ്റ്റ് നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് പാടി ഫൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു പെൺകിളിയെ ഇളം നീല നിറത്തിലൊരമ്പിളിയെ വന്നിരുന്നേ മിഴിക്കോടിനവൾ എന്റെ ഇന്നുപോലുള്ള പുള്ളിയഴിക്കുന്നു നീ കാരണമോ നീ കാതലിയോ.
ഓ മാർഗഴി പെരുന്നാൾ. ഞാൻ മതിയല്ലോ മതിയല്ലോ. അതാണ് ഞങ്ങളുടെ പാട്ട്. അത് മതി. No problem. Anyway, you sang a song. It was fun. അപ്പൊ ഈ പാട്ട് പോലെ എല്ലാ സിനിമയും നല്ല അടിച്ചു പൊളിച്ച് നല്ല രസമായിക്കോട്ടെ. May this movie be a beautiful hit in the theatre. Thank you. Please you so make it a point to go and watch it on Of course. August 23rd. Yeah. August 23rd. Thank you. Thank you so much, Eva.